വെൽക്കം ടു നവറാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീമി ചിക്കൻ കറിയാണ്. ഇത് നമ്മൾ സാധാരണ നെയ്ച്ചോറിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. എരിവില്ലാത്ത ഒരു ടൈപ്പ് കറിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇടുകയാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ചേർക്കുന്നതൊക്കെ 1/2 കിലോയിലേക്കുള്ള ഒരു ഇതാണ് പറയണത്. അപ്പോൾ 1 കിലോ ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 1/2 കിലോ ചിക്കനിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി അരിഞ്ഞെടുത്താണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം കുത്തി അരിയണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ 1 കിലോനാണെങ്കിൽ 4 വലിയ ഉള്ളി യൂസ് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ബാക്കിയുള്ള കണ്ടൻസൊക്കെ അതുപോലെ കൂട്ടി കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്, ആ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ടല്ല ഈ ചെയ്യുന്നതൊന്നും. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, കാരണം വെന്ത് വരുമ്പോൾ ഈ ഉള്ളിയിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ ഉള്ള വെള്ളം തന്നെ അതിൽ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇത് നമ്മളിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് 1 വിസിൽ ആണ് ഇതിന് ആവശ്യമുള്ളൂ. ഒറ്റ വിസിലടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ 1 വിസിലടിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒറ്റ വിസിലുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ വേവ് അനുസരിച്ച് മാറ്റം വരുത്തുക. നമ്മൾ ഇനി ഇതൊന്ന് ഗ്രേവിയിൽ കടന്നിട്ടൊന്ന് കുക്കാവാനുള്ളത് കൊണ്ട് ഓവർ കുക്കാവാൻ പാടില്ല കുക്കറിൽ നിന്ന്. അപ്പോൾ ഈ ഒരു പാകത്തെ പരുവത്തിലാണ് ഇതായി വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ചിക്കനും ഉള്ളിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇതിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ കുക്കിങ്, വേറെ വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്കുള്ള മറ്റു സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ ശേഷം ഞാൻ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല വെളിച്ചെണ്ണക്ക് പകരം ബട്ടർ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതന്നെ ചെയ്താൽ മതി. ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബട്ടറും വെളിച്ചെണ്ണയും കൂടെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനൊരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നേരിട്ട് എണ്ണയിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇതിനൊന്നിങ്ങനെ ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിനൊന്ന് നമുക്ക് ഇളക്കിയിട്ട് ഒരു ഹാഫ് കുക്ക് ആവണ വരെ വെയിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിലേക്ക് ബീൻസ് ചേർത്തിട്ടുണ്ട്, ഒരു 3-4 ബീൻസ് അരിഞ്ഞെടുത്തത്. ഇത് ഫ്രോസണിൻ്റെ പാക്കറ്റ് കിട്ടും, മറ്റേ മിക്സ്ഡ് ഫ്രോസൺ ആയിട്ടുള്ള പാക്കറ്റ് കിട്ടും. അതെടുത്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള തന്നെ അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതൊന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ സാധാ ഉണക്ക പച്ചക്കടല അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ഹാഫ് കുക്കാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ചിക്കനിൽ ആദ്യം ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഈ വെജിറ്റബിൾസ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇതിൽ ചേർത്തത്. ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുക്കായി വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരും. അപ്പോൾ ഒരു ഹാഫ് കുക്കായാൽ മതി, ഓവർ കുക്കായിട്ടുണ്ട് ഉടഞ്ഞു പോകണ്ട, കാരണം ആ ഒരു ഇതിൽ നമുക്ക് കടിക്കണം അത്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കന് വെന്ത് വന്നതാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അത് ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് മൊത്തം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നമ്മൾ ഇളക്കുമ്പോൾ ഒന്നായിട്ടിട്ട് കുത്തി ഉടയുന്ന കോലത്തിലാവരുത്. ഇപ്പോൾ ആ ചിക്കനിലെ വെള്ളവും ഗ്രീൻ പീസും ആ വെജിറ്റബിൾസും മറ്റുള്ളതൊക്കെ കൂടെ മിക്സായി വരുന്ന രൂപത്തിൽ നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മറ്റു മഞ്ഞപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഉപ്പും പച്ചമുളകുമാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. ഞാനൊരു ടീസ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഉപ്പുള്ള ടൈപ്പ് സോയാ സോസും വരും, ഉപ്പില്ലാത്തതും വരുന്നുണ്ട്.
അപ്പോൾ ഉപ്പ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ഈ ഒരു കൂട്ടിന് പാകത്ത് ഉപ്പിലാണ് നിൽക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ ഒരു 155 ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം. ഇത് നമ്മൾ 1 കിലോ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഈ 155 ഗ്രാം ഫുള്ള് ചേർക്കേണ്ടി വരും ടിന്ന്. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ഫ്രഷ് ക്രീം, കട്ടിയായിട്ടുള്ള ഫ്രഷ് ക്രീമാണ്. നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ലൂസായിട്ടുള്ളത് ചേർക്കാതിരിക്കാൻ നോക്കുക. ഇതുപോലെ കട്ടിയുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായിട്ടുള്ള കറി പോലെ നിൽക്കില്ല. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം അതിൻ്റെ ആ ടിന്നിന് അര ടിന്നെന്ന് പറയുമ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വന്നിട്ടുണ്ട് ഞാൻ ചേർത്തത്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കി മിക്സാക്കി എടുക്കണം. ഇത് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് പിന്നെ ഇത് മൊത്തത്തിലൊന്ന് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് തിളച്ച് കുക്കായി പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത ശേഷമാണ്, കുക്കറിൽ നമ്മൾ കുറച്ച് വേവിച്ചു, എന്നിട്ട് ബാക്കി വേവുന്നത് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർന്നിട്ടാണ്. ചിക്കൻ നന്നായി വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടിപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പും ഇതൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. പാകത്തിന് വേണ്ടതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു 2 തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്, അധികം ഒന്നായിട്ട് തിളച്ചതായി പോകരുത്, കുറച്ചൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് പാത്രത്തേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. എരിവായിട്ടല്ല ഇത് നിൽക്കുന്നത്, ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ള ഇതാണ്. എങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ ചേർത്ത് വരുമ്പോൾ ഈ കറി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നെയ്ച്ചോറിൻ്റെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.